ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ്. നല്ല മാങ്ങ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറിയും പിന്നെ കായ്ത്തോരനും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാലോ? അതിനാവശ്യമായി ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളും കൂടി ചേർത്ത് ഞാൻ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഈ വലിയ ചെമ്മീൻ ഇങ്ങനെ തനിയെയാണ് വേവിക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ കറിയിലോട്ടേക്കാണെങ്കിലും ഗ്രേവി ആണെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ കുറച്ച് വെന്ത് കിട്ടുമല്ലോ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല പിടിക്കുമല്ലോ. പിന്നെ വേറൊരു ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 2 വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ സമയത്താണ് ഞാൻ മാങ്ങ ഇടുന്നത്. എന്താ വെച്ചാൽ പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു ചെറിയ മാങ്ങ എടുത്താൽ മതിയാവും. പുളിയില്ലാത്തതാണെങ്കിൽ ഒരു വലിയ മാങ്ങയായാലും കുഴപ്പമില്ല. അപ്പം അതിനുശേഷം കരിവേപ്പില ഇട്ടിട്ട് പിന്നെ 4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടാം. പിന്നെ വേവിച്ച് വെച്ച ഈ ചെമ്മീനും കൂടി അതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മാങ്ങയുടെ പുളിയും എല്ലാം കൂടി ഇതിൽ പിടിക്കണമല്ലോ. അപ്പോൾ പിന്നെ 2 മിനിറ്റും കൂടി ഈ മസാലയിൽ കിടന്നൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാൻ തേങ്ങയുടെ കൂടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകും പിന്നെ ജീരകവും കൂടിയാണ്. പച്ചമുളകൊക്കെ എരിവുള്ള പച്ചമുളകായത് കാരണമാണ് ഞാൻ 2 എടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ കുറച്ചധികം. അതിനുശേഷം എത്രമാത്രം കറി തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറിയെല്ലാം നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അതിനുശേഷം വെളിച്ചെണ്ണയിലോട്ടേക്ക് പിന്നെ ചെറിയ ഉള്ളി ഇടാം. ഒരു 6 7 ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും ഇപ്പം എല്ലാം കൂടി ഇതിലോട്ടേക്ക് നമുക്ക് അങ്ങ് വറുത്തിടാം. അപ്പൊ എൻ്റെ രുചികരമായ പിന്നെ എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇതാണ്. കണ്ടില്ലേ, മോരുകറിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് എപ്പോഴും മോരുകറി ആവശ്യമാണ്. എരിവുള്ള കറി ഉണ്ടെങ്കിൽ അതിന് കോമ്പിനേഷൻ ആയിട്ട് മോരുകറി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ചെമ്മീൻ കറി കണ്ടില്ലേ. ഇനി കായ്ത്തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇന്ന് എല്ലാം ചട്ടി റെസിപ്പീസ് ആണ്. ഇതാ കണ്ടില്ലേ, കായ്ത്തോരനും ഞാൻ ചട്ടിയിലോട്ടേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ലിക്വിഡ് പോലെയാണ് ഞാൻ കായ്ത്തോരൻ ഉണ്ടാക്കുന്നത്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ എൻ്റെ ഈ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. ചെമ്മീൻ മാങ്ങയിട്ടിട്ടുള്ള കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഈ 2 റെസിപ്പിയും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.